വിജയുടെ തമിഴ് മണ്ണിൽ ആരും അറിയാതെ ഇസ്രയേൽ ഒരുക്കുന്ന ആ വൻ രഹസ്യ നീക്കത്തെപ്പറ്റി നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? വരും നാളുകളിൽ ശത്രു രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഇന്ത്യയുടെ അതിർത്തി ലക്ഷ്യമിട്ട് പറന്നുയർന്ന അവ പാതി വഴിയിൽ കരിഞ്ഞ് ചാമ്പലാവാനുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഇവിടെ രൂപപ്പെടുന്നത്. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഉറക്കം കെടുത്താൻ പോകുന്ന ആ രഹസ്യ ആയുധം എന്താണ്? അതെ, തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ മാത്രമല്ല, ഇനി അന്താരാഷ്ട്ര പ്രതിരോധ ഭൂപടത്തിലും വിജയുടെ തമിഴകം തലക്കെട്ടുകളിൽ നിറയാൻ പോവുകയാണ്. തമിഴ്നാട്ടിലെ ശൂലഗിരി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഭൂമി പൂജ വെറുമൊരു ഫാക്ടറിയുടേതല്ല. ലോകത്തിലെ ഏറ്റവും മാരകമായ പ്രതിരോധ സാങ്കേതിക വിദ്യ കൈവശമുള്ള ഇസ്രയേലും ഇന്ത്യയിലെ മുൻനിര എയ്റോസ്പേസ് ഭീമന്മാരും കൈകോർക്കുമ്പോൾ തമിഴകത്തിൻ്റെ മണ്ണിൽ പിറവിയെടുക്കുന്നത് ഇന്ത്യയുടെ ആകാശ കണ്ണുകളാണ്. ഈ തന്ത്രപ്രധാന നീക്കത്തിന് പിന്നിലെ ലക്ഷ്യം എന്താണ്? നമുക്ക് പരിശോധിക്കാം. ആരും അധികം ശ്രദ്ധിക്കാതെ വളരെ തന്ത്രപരമായിട്ടാണ് ആ വാർത്ത പുറത്തു വന്നത്. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ എയ്റോസ്പേസ് നിർമ്മാതാക്കളായ DCX സിസ്റ്റംസും അതുപോലെ ആഗോള പ്രതിരോധ രംഗത്തെ മഹാമേരുവായ ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിൻ്റെ എൽറ്റ സിസ്റ്റംസും ചേർന്നുകൊണ്ട് തമിഴ്നാട്ടിലൊരു വൻ സംയുക്ത സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ലക്ഷ്യം വളരെ കൃത്യമാണ്. 2027 ഏപ്രിലോടെ നിർമ്മാണം പൂർത്തിയാക്കി തൊട്ടു പിന്നാലെ ഉൽപ്പാദനം ആരംഭിക്കുക. വെറും ഒരു വർഷത്തിന് മുകളിൽ മാത്രം ബാക്കിയുള്ള ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ഫാക്ടറിയിൽ നിന്നും ഇന്ത്യയുടെ സ്വന്തം അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ പുറത്തിറങ്ങും. അത്യാധുനിക റഡാറുകളുടെ നിർമ്മാണം, അവയുടെ സംയോജനം അഥവാ ഇൻ്റഗ്രേഷൻ, കഠിനമായ ഗുണനിലവാര പരിശോധനകൾ എന്നിവയെല്ലാം തന്നെ ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ നടക്കാൻ പോകുന്നു. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു വലിയ പ്രൊജക്റ്റ് തമിഴ്നാട്ടിലേക്ക് എത്തുന്നതിന് പിന്നിൽ കൃത്യമായ ഭരണ വ്യാവസായിക തന്ത്രങ്ങളുമുണ്ട്. മുഖ്യമന്ത്രി വിജയുടെ ഭരണത്തിന് കീഴിൽ കോടികളുടെ വിദേശ നിക്ഷേപവും അത്യാധുനിക ആഗോള സാങ്കേതിക വിദ്യയുമാണ് തമിഴ്നാട്ടിൽ ഒഴുകിയെത്തുന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ ഇതൊന്നും എത്തുന്നില്ല എന്നുകൂടി ഈ ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിക്കണേ. എന്തായാലും തമിഴ്നാടിനെ ഇന്ത്യയുടെ ഡിഫൻസ് കോറിഡോർ അഥവാ പ്രതിരോധ നിർമ്മാണ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും വലിയ ചുവടുവെപ്പാണിത്. ശൂലഗിരിയിലെ ഈ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നതോടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ തമിഴ്നാട് ശ്രദ്ധ നേടിക്കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം മാത്രമല്ല, നൂറുകണക്കിന് ഇന്ത്യൻ എഞ്ചിനീയർമാർക്കും സാങ്കേതിക വിദഗ്ധർക്കും ആഗോള നിലവാരത്തിലുള്ള തൊഴിലവസരങ്ങൾ കൂടിയാണ് ഇതിലൂടെ തുറക്കപ്പെടുന്നത്. തമിഴ്നാടിൻ്റെ വ്യാവസായിക ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായി ഈ സംയുക്ത സംരംഭം മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് ഇതിൻ്റെ സാങ്കേതിക വശങ്ങളിലേക്ക് കൂടി വരാം. എന്തുകൊണ്ടാണ് ഈ സംരംഭം ഇത്രമാത്രം തന്ത്രപ്രധാനമാകുന്നത് എന്ന്. അതിന് നമ്മൾ ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിനെ അഥവാ IAIA എന്നിവയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ സായുധ സേനയുടെ ഏറ്റവും വിശ്വസ്തരായ പങ്കാളികളാണ് IAI. ഇന്ത്യയുടെ വ്യോമസേനയും നാവികസേനയും കരസേനയും ഉപയോഗിക്കുന്ന പല മാരക ആയുധങ്ങൾക്കും റഡാറുകൾക്കും ഒക്കെ പിന്നിൽ ഇസ്രയേലിൻ്റെ ഈ ബുദ്ധിയുണ്ട്. അപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുത്ത IAA പ്രസിഡന്റും CEOയുമായ ഭോവാസ് ലവി പറഞ്ഞ വാക്കുകൾ നമ്മൾ ഗൗരവത്തോടെ കാണുക കൂടി ചെയ്യണം. ഈ ഭൂമി പൂജ ഇന്ത്യയിൽ IAI വിപുലീകരിക്കുന്ന പ്രവർത്തനങ്ങളുടെ മറ്റൊരു സുപ്രധാന നാഴികക്കല്ലാണ്. പ്രാദേശിക വ്യവസായങ്ങളുമായി അടുത്ത പങ്കാളിത്തത്തോടെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ കാഴ്ചപ്പാടിന് പൂർണ്ണമായും അനുസൃതവുമാണ് ഇത് നടപ്പിലാക്കുന്നത് എന്ന്. ഇസ്രയേലിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യവും ഇന്ത്യയുടെ നിർമ്മാണ ശൈലിയും ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം ചെറുതായിരിക്കില്ല. DCX സിസ്റ്റംസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ HS രാഘവേന്ദ്ര റാവു വ്യക്തമാക്കിയതുപോലെ ഈ പുതിയ സൗകര്യം ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ വേഗത്തിൽ വിതരണം ചെയ്യാനും അതുപോലെ തന്നെ ഉയർന്ന മൂല്യവർദ്ധനവ് ഉറപ്പാക്കാനും സഹായിച്ചിരിക്കും. ഇനി നമുക്ക് ഏറ്റവും നിർണായകമായ ചോദ്യത്തിലേക്ക് വരാം. എൽറ്റ സിസ്റ്റംസുമായി ചേർന്ന് നിർമ്മിക്കുന്ന ഈ റഡാറുകൾ കൊണ്ട് ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. ആധുനിക യുദ്ധമുറകളിൽ ഏറ്റവും പ്രധാനം ശത്രുവിനെ ആദ്യം കാണുക എന്നതാണ്. റഡാറുകൾ ഒരു രാജ്യത്തിൻ്റെ കണ്ണുകളാണ്. ശൂലഗിരിയിൽ നിർമ്മിക്കാൻ പോകുന്നത് സാധാരണ റഡാറുകളല്ല, മറിച്ച് വ്യോമ റഡാറുകളും എയർബോൺ റഡാർസ് അതായത് കരാധിഷ്ഠിത സംവിധാനങ്ങളുമാണ്. വ്യോമ റഡാറുകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളിലും AWACS പോലെയുള്ള അത്യാധുനിക നിരീക്ഷണ വിമാനങ്ങളിലും ഘടിപ്പിക്കുന്ന റഡാറുകളാണിതൊക്കെ. 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ശത്രുവിൻ്റെ ഒളിപ്പോരാളികളായ സ്റ്റെൽത്ത് വിമാനങ്ങളെ വരെ കൃത്യമായിട്ട് കണ്ടെത്താൻ ഇവയ്ക്ക് സാധിക്കും. രണ്ടാമത് കരാധിഷ്ഠിത സംവിധാനങ്ങളാണ്, അതായത് ഗ്രൗണ്ട് ബേസ്ഡ് സിസ്റ്റംസ്.
ഇന്ത്യൻ അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന റഡാറുകൾ, ശത്രുരാജ്യം തൊടുത്തുവിടുന്ന ബാലിസ്റ്റിക് മിസൈലുകളെയും അതുപോലെ ഡ്രോണുകളെയും സെക്കൻഡുകൾക്കുള്ളിൽ തിരിച്ചറിഞ്ഞ് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകി അവയെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ, അതായത് കരിയിച്ച് ചാമ്പലാക്കാൻ ഈ റഡാറുകൾക്ക് സാധിക്കും. ഇത്രയും നാൾ ഇത്തരം സാങ്കേതിക വിദ്യകൾക്കായി നമ്മൾ വിദേശ രാജ്യങ്ങളെയൊക്കെ വൻതോതിൽ ആശ്രയിച്ചിരുന്നു. എന്നാൽ ഇനി മുതൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇവയെല്ലാം നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടും. സാങ്കേതിക വിജ്ഞാനം വേറെ, അത് സാങ്കേതിക വിജ്ഞാനം പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് കൈമാറുന്നതോടെ ഭാവിയിൽ സ്വന്തമായി ഇത്തരം സംവിധാനങ്ങളൊക്കെ വികസിപ്പിക്കാനുള്ള ശേഷി ഇന്ത്യ കൈവരിക്കുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ IAE കമ്പനി ഇന്ത്യയിൽ തങ്ങളുടെ വേരുകൾ വളരെ ആഴത്തിലേക്കാണ് പടർത്തുന്നത്. ശൂലഗിരിയിലെ ഈ റഡാർ കേന്ദ്രം ഒരു തുടക്കം മാത്രമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇന്ത്യയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കാൻ അവർ വൻ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. എയ്റോസ്പേസ് സർവീസസ് ഇന്ത്യ അഥവാ ASI ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി അവരൊരു ഇന്ത്യൻ സബ്സിഡറി തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. IIT ഡൽഹിയുമായിട്ടുള്ള പങ്കാളിത്തം അത് വേറെയാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രതിഭകളെ വാർത്തെടുക്കാനും പുതിയ പ്രതിരോധ ഗവേഷണങ്ങൾക്കും വേണ്ടി IIT ഡൽഹിയുമായി അവർ കൈകോർത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഇന്ത്യയിലെ വളർന്നു വരുന്ന ഇന്നൊവേഷൻ ആക്സിലറേഷൻ പ്രോഗ്രാമിലൂടെയൊക്കെ അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളെയൊക്കെ അവർ പിന്തുണയ്ക്കുന്നുണ്ട്. പിന്നെ ഹൈദരാബാദിലെ MRO കേന്ദ്രം അത്യാധുനിക റഡാർ സംവിധാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോൾ ഹൈദരാബാദിൽ ഇതിനകം തന്നെ ഒരു വൻ കേന്ദ്രം അവർ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഗവേഷണം മുതൽ നിർമ്മാണം മുതൽ അതിൻ്റെ സർവീസ് വരെയുള്ള ഒരു കംപ്ലീറ്റ് എക്കോസിസ്റ്റമാണ് ഇസ്രയേൽ കമ്പനി ഇന്ത്യയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഡ്രോൺ ഭീഷണികളും പാകിസ്ഥാന്റെ അതിർത്തി ലംഘനങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ കവചമാകാൻ പോകുന്നത് തമിഴ്നാട്ടിലെ ഈ റഡാർ ഫാക്ടറി കൂടിയാണ്. സ്വയം പര്യാപ്തതയിലേക്കും തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനത്തിലേക്കുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ കുതിപ്പിന്, നമ്മുടെ ഇന്ത്യയുടെ കുതിപ്പിന് ഈ സംയുക്ത സംരംഭം എന്ത് തന്നെ ആയാലും വേഗത കൂട്ടും. 2027 ഈ ഫാക്ടറിയിൽ നിന്നും ആദ്യ റഡാർ പുറത്തിറങ്ങുമ്പോൾ അത് ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിലെ പുതിയൊരു നാഴികക്കല്ല് തന്നെയായിരിക്കും. വിജയുടെ ഭരണത്തിന് കീഴിൽ തമിഴ്നാട്ടിലേക്ക് എത്തുന്ന ഈ വൻ പ്രതിരോധ കുതിച്ചുചാട്ടത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.